ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്ന് നമുക്ക് യൂറോപ്യൻ ഫിക്ഷനിൽ ബ്ലോക്ക് 1 തന്നെ ലിറ്റററി കോണ്ടെക്സ്റ്റ് 1 അതിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ആ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ എന്നാലും ഒന്നും കൂടെ ആ റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് 4th സെമ്മിലും കൂടെ വരുന്നുണ്ട്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ മേജർ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഷിഫ്റ്റ്. അതായത് ലിറ്ററേച്ചറിലുള്ള ഒരു ചേഞ്ച്, അതുപോലെ തന്നെ കൾച്ചറിലും അതുപോലെ ലിറ്ററേച്ചറിലുമുള്ള ആ ഒരു ചേഞ്ചിനെ, യൂറോപ്യൻ കൺട്രീസിൽ മുഴുവനായിട്ടും നടന്നിട്ടുള്ള ആ ഒരു ചേഞ്ചിനെയാണ്, ആ ഒരു ഷിഫ്റ്റിനെയാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യണേ. ഇത് 1800 and 1850 ഈ ഒരു കാലഘട്ടത്തിന് ഇടയിലാണ് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. And it emerged as a reaction against the ideas of enlightenment period. ഈ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു രീതികളെയൊക്കെ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. റൊമാൻറ്റിസിസം ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദി ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് ലിറ്റററി ട്രഡീഷൻ. It influence soon spread to Russia, Italy, France and other countries too. ഈ റൊമാൻറ്റിസിസം ജർമ്മനിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് അത് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് റഷ്യ, ഇറ്റലി, ഫ്രാൻസ് അതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ദിസ് എറ ഈസ് കൺസിഡേർഡ് ആസ് ദി ഗോൾഡൻ ഏജ് ഓഫ് റഷ്യൻ ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പറയുകയാണെങ്കിലും റൊമാൻറ്റിക് മൂവ്മെൻ്റ് ആണ് ഇതിൽ ഗോൾഡൻ എറ എന്ന് പറയുന്നത്, ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ എറ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. റഷ്യൻ ലിറ്ററേച്ചറിലും റൊമാൻറ്റിക് മൂവ്മെൻറ്റ് തന്നെയാണ് ഗോൾഡൻ ഏജ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ കീ ഐഡിയ എന്നുള്ളത് എന്താണ്? ഇറ്റ് വാസ് സെലിബ്രേഷൻ ഓഫ് ഇൻഡിവിജ്വലിസം, ഇമോഷൻസ് ആൻഡ് സബ്ജക്റ്റീവ് ഫീലിങ്സ്. ഈ കാലഘട്ടത്തിൽ ഇൻഡിവിജ്വലിസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു, ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണോ ആ സബ്ജക്റ്റീവ് ഫീലിങ്സിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നൊക്കെ മാറി റൈറ്റേഴ്സ് ചിന്തിക്കാനും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡവും അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ റൊമാൻറ്റിക് പീരീഡിൽ ആണ്. And the French Revolution of 1789 was a major inspiration for many early romantic writers and poets. അപ്പോൾ ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സിനും പോയിറ്റ്സിനും ഒക്കെയുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആയിരുന്നു. വില്യം വേർഡ്സ്വർത്ത് wrote about the revolution representing a new dawn and an exciting era of possibility. വില്യം വേർഡ്സ്വർത്ത് ഈ ഒരു റവല്യൂഷനെ എറ ഓഫ് പോസിബിലിറ്റി എന്നും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനെ ഒരു ന്യൂ ഡോൺ ആയിട്ടൊക്കെയാണ്, ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ ഒരു ഉദയമൊക്കെ ആയിട്ടാണ് ഇതിനെ വില്യം വേർഡ്സ്വർത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഒരു സെൻട്രൽ ടു റൊമാൻറ്റിസിസം വാസ് ദ ഐഡിയ ഓഫ് റൊമാൻറ്റിക് ഹീറോ ആൻഡ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെബല്യസ് ക്യാരക്ടർ. ഇനി ഈ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡിൽ ഉണ്ടായിരുന്ന റൈറ്റിങ്സിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ടാവും. എന്നുവെച്ചാൽ റെബല്യസ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും, അന്നത്തെ ആ ഒരു രീതികളെയൊക്കെ എതിർക്കുന്നതും അതോറിറ്റീസിനെ എതിർക്കുക, അങ്ങനെ സാധാരണക്കാർക്ക് അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് നേടിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഇതിലെ ഈ റൊമാൻറ്റിക് ഹീറോ. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ക്യാരക്ടേഴ്സിനെ റൈറ്റേഴ്സ് അങ്ങനെയാണ് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ദ പ്ലേ റൈറ്റ് പേഴ്സി ബൈ ഷെല്ലിയുടെയൊക്കെ വർക്കുകളിൽ depict this idea in his work Prometheus Unbound. Prometheus Unbound എന്നുള്ള
അദ്ദേഹത്തിൻ്റെ ഷെല്ലിയുടെ ഈ വർക്കിൽ ഇങ്ങനെ ഒരു റെബല്ലിയസ് ക്യാരക്ടറിനെയാണ് അദ്ദേഹം പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഹീറോ പ്രൊമീത്തിയസ് ആണ്. ഹി ഡിഫൈസ് ദ ഗോഡ്സ്. ആൻഡ് ബൈറണിക് ഹീറോ, ലോർഡ് ബൈറൻ്റെ ഹീറോയും അദ്ദേഹവും ഇതുപോലെ ഉള്ള ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി റഷ്യൻ ലിറ്ററേച്ചറിൽ ദ സൂപ്പർഫ്ലുവസ് മാൻ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് റൊമാൻറ്റിക് കൺസെപ്റ്റ്. ഷെല്ലിയുടെയും അതുപോലെ ബൈറൺ അവരുടെയൊക്കെ എന്ന് പറയുന്നത് റെബല്യസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു എങ്കിൽ റഷ്യൻ ലിറ്ററേച്ചറിൽ സൂപ്പർഫ്ലുവസ്, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ക്യാരക്ടേഴ്സിനെയാണ്, ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് റഷ്യൻ ലിറ്ററേച്ചറിൽ ഈ ഒരു കാലഘട്ടത്തിൽ പിക്ചറൈസ് ചെയ്തത്. അല്ലെങ്കിൽ റൊമാൻറ്റിക് കൺസെപ്റ്റ് അവരുടേത് അങ്ങനെയായിരുന്നു. അലക്സാണ്ടർ പുഷ്കിൻ ഒക്കെയാണ് ഈ റൊമാൻറ്റിക് എറയിലെ റഷ്യൻ റൈറ്റേഴ്സായിട്ടുണ്ടായിരുന്നത്. And പിന്നെ they saw the natural world as sublime, a source of powerful അപ്പോൾ ഈ എന്താ പറയുക, റഷ്യൻ ലിറ്ററേച്ചറിൽ സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിനെയാണ് റഷ്യൻ റൈറ്റേഴ്സ് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അവർ ഈ ലോകത്തെ നാച്ചുറൽ വേൾഡിനെ ഒരു സപ്ലൈമായിട്ട്, എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആൻഡ് ഹൈറ്റൻഡ് ഇമോഷൻ ആൻഡ് സെൻസേഷൻ, നാച്ചുറൽ വേൾഡിനെ അവർ കാണുന്നത് പവർഫുള്ളായിട്ടും അതുപോലെ തന്നെ ഇമോഷൻസിൻ്റെ ഏറ്റവും എന്താ പറയുക ഹൈറ്റിലുള്ള, അതായത് എന്ന് വെച്ചാൽ ഈ നാച്ചുറൽ വേൾഡിൽ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ ബുക്കുകളിൽ അല്ലെങ്കിൽ കഥകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പലതും റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ റിയൽ ലൈഫിലൊന്നും ഒരിക്കലും നടക്കാത്ത എല്ലാം ഇമാജിനറി ആയിട്ടുള്ള ഒരു വേൾഡാണ് നമ്മൾ കഥകളിൽ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ്, നാച്ചുറൽ വേൾഡിനെ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് റഷ്യൻ റൈറ്റേഴ്സും അതിൽ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി റൊമാൻറ്റിക് പോയട്രി ഫോക്കസ്ഡ് ഓൺ ദി സബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസസ് നേച്ചർ കുഡ് പ്രവോക്ക് ഇൻ ദ പോയിറ്റ്സ് മൈൻഡ്. അപ്പോൾ റൊമാൻറ്റിക് റൈറ്റേഴ്സ്, അതായത് പോയിറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് പോയട്രി പോലെ തന്നെ നേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതുപോലെ തന്നെ പോയറ്റിൻ്റെതായ ഇമാജിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു റഷ്യൻ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വില്യം വേർഡ്സ്വർത്തിനെ പോലുള്ള ബ്രിട്ടീഷ് പോയറ്റ്സ് ഹി ഡിഫൈൻ പോയട്രി വില്യം വേർഡ്സ്വർത്ത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻ റികളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. പോയട്രി എന്ന് പറയുന്നത് പവർഫുൾ ഇമോഷൻസിൻ്റെ ആ ഒരു ഓവർഫ്ലോ ആണ്. ആ പോയറ്റിൻ്റെ ഇമാജിനേഷൻ്റെ ഓവർഫ്ലോ, ഇമോഷൻസിൻ്റെ ഓവർഫ്ലോ ആണ് എന്തായിട്ട് മാറുന്നത്, ഒരു പോയമായിട്ട് മാറുന്നത് എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു കോട്ട് റൊമാൻറ്റിക് അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്ന, ഇമാജിനേഷനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് അദ്ദേഹം ഈ ഒരു സെൻറ്റൻസിൽ, ഈ ഒരു വരികളിലൂടെ, ഈ ഒരു കോട്ടിലൂടെ അദ്ദേഹം പറയുകയാണ്. പിന്നെ നേച്ചർ എന്നുള്ളതാണ് റൊമാൻറ്റിക് പോയറ്റ്സിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അവരെ ഇൻസ്പയർ ചെയ്യുന്നത് നേച്ചറാണ്. ആൻഡ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഓൾസോ ടേൺ ടു ദി പാസ്റ്റ് മിഡീവിയൽ ഹിസ്റ്ററി. പിന്നെ ഇത് മാത്രമല്ല, മിഡീവിയൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ട്രഡീഷൻസിനെ കുറച്ച് മെൻഷൻ ചെയ്യുന്ന വർക്കുകളുണ്ട്. പിന്നെ ഫോക്ലോർ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാരെക്കുറിച്ച്, അവരുടെ ലൈഫിനെ കുറിച്ച് ഒക്കെ ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇനി historical novels of Walter Scott set in medieval Scotland become huge
popular at this time as they evoked a romanticized feeling. ഇനി വാൾട്ടർ സ്കോട്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ നോവൽ മിഡീവൽ സ്കോട്ട്ലാൻഡിലാണ് ആ ഒരു സ്റ്റോറിയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലും എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. റൊമാൻറ്റിസൈസ്ഡ് വേർഷൻ ഓഫ് ദി പാസ്റ്റിൻ്റെ ആ ഒരു റൊമാൻറ്റിസൈസ്ഡ് വേർഷൻ എന്ന് വെച്ചാൽ അതിൽ കുറേയധികം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇമാജിനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം അതിനെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു റൈറ്റിംഗ്, ഗോത്തിക് ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമ്മൾ ഇന്നത്തെ ഈ ഒരു ദുരൂഹമായിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസസോ ഹൗസസോ അങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് അതൊക്കെ ഈ ഗോത്തിക് ഫിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡാർക്കായിരിക്കും, ഈ ഡെത്ത്, പിന്നെ ടെറർ, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് അതിലുണ്ടാവും. ഇങ്ങനെയുള്ള സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നതാണ് ഈ ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഈ റൊമാൻറ്റിക് ലിറ്റററി ഷോണറിൽ ഈ ഗോത്തിക് ഫിക്ഷൻ അല്ലെങ്കിൽ ഗോത്തിക് നോവൽസും കൂടെ വരുന്നുണ്ട്. ഈ ഒരു റൊമാൻറ്റിക് പീരീഡിലും ഈ ഗോത്തിക് നോവൽസ് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി വാൽപോളുടെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ, എന്താ പറയുക, കെത്തയുടെ ഫോസ്റ്റ് ആൻഡ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതൊക്കെ ഈ ഒരു ഗോത്തിക് ഫിക്ഷനിൽ വരുന്ന ആ ഒരു ലിറ്റററി ജോണറിൽ വരുന്ന സ്റ്റോറീസാണ്. ഇനി overall the romantic movement represent a shift in art and literature away from the ideas of formality, rationality and restraint that had defined the previous age. അപ്പോൾ എല്ലാം ചേർന്ന് നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും ഒരു ഷിഫ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആർട്ടിലും ലിറ്ററേച്ചറിലൊക്കെ. അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷൻ എങ്ങനെയാണോ, ഇതിന് മുൻപുള്ള ഏജസിലൊക്കെ ഉള്ള ലിറ്ററേച്ചറും ആർട്ടൊക്കെ എങ്ങനെയായിരുന്നു, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു ഈ റൊമാൻറ്റിക് പീരീഡിലുള്ള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു നിയോ ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവനായിട്ടും ആർട്ടിഫിഷ്യൽ സ്റ്റൈലാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇമാജിനേഷനും ഇമോഷൻസിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു റൊമാൻറ്റിക് റൈറ്റേഴ്സ് അവരുടെ സ്റ്റോറീസ് എഴുതിയിട്ടുള്ളത്. ഇനി തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ഇതിലൊക്കെ ഓർഡിനറി പീപ്പിളിൻ്റെ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് ഈ ഒരു എലിജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള ആ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ദിസ് വാസ് റെവല്യൂഷണറി അറ്റ് എ ടൈം വെൻ ലിറ്റററി വർക്ക്സ് ടിപ്പിക്കലി ഓൺലി പ്രസൻറ്റഡ് ലൈഫ്സ് ഓഫ് അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് ഹീറോസ്. അപ്പോൾ ഈ ഒരു പോയം എലിജി എഴുതുന്നതിന് മുൻപ്, അതിന് മുൻപുള്ള വർക്കുകളൊക്കെ എങ്ങനെയായിരുന്നു, അരിസ്റ്റോക്രാറ്റ്സിൻ്റെയും ഹീറോസിൻ്റെയും ഒക്കെ ജീവിതത്തെക്കുറിച്ച് മാത്രം പറയുന്ന കഥകളും കവിതകളൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് തോമസ് ഗ്രേ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് ആ ഒരു എലിജി എഴുതുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ് അതിൽ അദ്ദേഹം പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. വില്യം ബ്ലേക്ക് വാസ് പെർഹാപ്സ് ദ മോസ്റ്റ് റാഡിക്കൽ പ്രിക്കേഴ്സർ ഓഫ് റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസത്തിൽ തന്നെ ഒരു റാഡിക്കലായിട്ട് ചിന്തിക്കുകയും അതേപോലെ തന്നെ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് വില്യം ബ്ലേക്ക്. അപ്പം ആ ഇതിൽ നിന്നും ആണ് ഈ റൊമാൻറ്റിക് എറയിലേക്ക് വരുന്നത്. ഏർലി 19th സെഞ്ച്വറിയിലുള്ള റൊമാൻറ്റിക് പോയസ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ് ഇവരൊക്കെയാണ്. ഇവരൊക്കെ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? ദേ എംബ്രേസ് ദി ഇമോഷൻ, നേച്ചർ ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. ഇതിനെയൊക്കെ അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവരുടെ വർക്കുകളിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അവരുടെ ഇമാജിനേഷനും അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയും ഇതൊക്കെ അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവരുടെ വർക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അപ്പോൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്, ആ ഒരു ട്രഡീഷണൽ പീരീഡ് അതിന് മുൻപുണ്ടായിരുന്ന ഏജിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ട് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സിൻ്റെ ഇമാജിനേഷനോ അല്ലെങ്കിൽ അതിനൊന്നും നേച്ചറിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിളുടെ ലൈഫിനെ കുറിച്ച് എഴുതുക ഇതിനൊന്നും അന്ന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അവർ ഈ പ്രീസ്റ്റിനെ കുറിച്ച് പിന്നെ അരിസ്റ്റോക്രസിയെക്കുറിച്ച് എന്താ ചക്രവർത്തിമാരെക്കുറിച്ച് ഇങ്ങനെ അവരുടെ ലൈഫും അവരെ പുകഴ്ത്തി അവരെ വാഴ്ത്തി പാടുന്ന പോയമാണെങ്കിലും മറ്റ് ഡ്രാമ നോവൽ ഇതിലൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് റൂളേഴ്സും അവരുടെ രീതികളെ മാത്രമാണ് അന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ധാരാളം ആ ഒരു ഇതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തേക്കാൾ കൂടുതൽ വർക്കുകൾ എഴുതപ്പെടുകയും കൂടുതൽ ബുക്കുകൾ പോയമാണെങ്കിലും ഡ്രാമയാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ എഴുതപ്പെടുകയും അതുപോലെ തന്നെ ധാരാളം റീഡേഴ്സ് അതിനുണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിനെ ഗോൾഡൻ എറ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ റഷ്യയിലും ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവരും ഇതിനെ ഗോൾഡൻ ഏജ് ആയിട്ടാണ് ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പിക്കാറക്സ് നോവൽ എടുക്കാം.